അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ പോയി കാണും. അടിപൊളി പെപ്പയുടെ ഇടി സൂപ്പർ ഇടിയാണ്. നമുക്ക് ഇടിക്കാൻ തോന്നും. അത്ര ഇടിയാണ്. നല്ല അടിപൊളിയാണ്. അതെ, ഷെരീഫിക്ക് ഇങ്ങനെ കുറച്ച് വയലൻസ് ഉള്ള പടമാണെങ്കിൽ ഒരു നല്ല മെസ്സേജ് ഉള്ള പടങ്ങളും വയലൻസും കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ തപ്പി പിടിച്ചെടുക്കുന്നതാണ് ഓരോ പടങ്ങളും. ഇങ്ങനെ ഷെരീഫായിട്ട് അങ്ങനത്തെ ഫിലിംസാണ് വരുന്നത്. അതുകൊണ്ടായിരിക്കും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും പോളും എല്ലാം ഷംഗീർ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെയ്തിട്ടുണ്ട്. അടിപൊളി. താങ്ക് യു. ഭയങ്കര സന്തോഷമായി. ഇഷ്ടപ്പെട്ടോ? പടം എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഈ പടത്തിൽ എല്ലാവരും കണ്ട അഭിപ്രായം പറയണം. ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. താങ്ക് യു. എങ്ങനെയുണ്ട് പടം? പറയുകയാണെങ്കിൽ നല്ല സിനിമ, നല്ല ആക്ഷൻ മൂവി. റീസെൻ്റ്ലി ഇറങ്ങിയ മൂവിക്കൊക്കെ കുറച്ച് ബെറ്ററായിട്ട് തോന്നിയ മൂവി. ഞാൻ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നല്ലൊരു ആക്ഷൻ മൂവിയാണ്. സന്തോഷ് മാഷിൻ്റെ സൂപ്പർ ആക്ഷൻസാണ്. പെപ്പെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പെപ്പെ അടിപൊളി. പിന്നെ എല്ലാവരും നല്ല പ്രൊഡ്യൂസർ ടീമാണ്. ഞങ്ങൾ അതിനകത്ത് അഭിനയിച്ച മൂവിയുടെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. വാർത്തകളിൽ ഞങ്ങൾ ഭയങ്കര നല്ല ഒരു എന്താ പറയുക, ഇത്രയും ഫെസിലിറ്റീസും ഇത്രയും കെയറും ഒക്കെ തന്നിട്ട് നല്ലൊരു ടീമായിരുന്നു. എല്ലാവരും നന്നായിട്ട് ചെയ്തു. എല്ലാവരും സിനിമയും നന്നായിട്ട് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നതല്ല. നിങ്ങളൊക്കെ പറയണം. ഞങ്ങളെല്ലാം ഞങ്ങൾ അഭിനയിച്ചിട്ടായതുകൊണ്ട് ചിലപ്പം കൂടുതലും പറഞ്ഞാൽ നിങ്ങളോട് ഇനി അഭിനയിച്ചതുകൊണ്ടാണ്. പക്ഷെ നല്ല സിനിമയാണ്. എനിക്ക് ആസ് എ ഓഡിയൻസ് നല്ല സിനിമ എല്ലാവർക്കും കാണാൻ. 18+ ആയിട്ട് എനിക്കറിയില്ല 18+ എന്താണെന്ന്. പക്ഷേ 18+ൻ്റെ ഒരു അതല്ല, കണ്ടില്ലേ, കുട്ടികൾക്കും കാണാൻ പറ്റുന്ന സിനിമയാണ്. പക്ഷേ ഞാൻ പറയുന്ന എല്ലാ പാരൻസും കുട്ടികളെ കാണാം. ചെറിയ വയലൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം. 18+ ചെറിയ വയലൻസ് ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. ചെറിയ വയലൻസ് ഉള്ളതുകൊണ്ടാണ്. പക്ഷേ കുട്ടികൾക്ക് ഇപ്പോൾ വയലൻസ് അല്ലേ ഇഷ്ടം, അതല്ലേ അവർക്ക് ഇഷ്ടം. കുട്ടികളെ എൻജോയ് ചെയ്യുമേ. താങ്ക് യു. ഓക്കെ. ഓക്കെ, ഒരു പുഷ്പ ഇത് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരിക്കും? അതാണ് ഇത്. ഓക്കെ, മാർക്കോ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലാണെങ്കിൽ കാട്ടാളൻ ഒരു പുഷ്പ കാറ്റഗറിയിലൊക്കെ വരും. ആക്ച്വലി മലയാളത്തിൻ്റെ പുഷ്പ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. വളരെ നന്നായിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു ആനയുടെ ഒരു ഫൈറ്റ് സീനാണ്. അങ്ങനത്തെ കുറേ ഡിഫറെൻറ്റ് സംഭവങ്ങളുണ്ട്. ഫുൾ ഫൈറ്റ് അങ്ങനെ ഒരു ആക്ഷൻ കോഡിൽ ഫിലിം കാണാൻ പറ്റുന്നവർക്ക് വലിയൊരു ട്രീറ്റായിരിക്കും ഈ മൂവി. ഓക്കെ, അത്രയും എനിക്ക്